ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 22. അതു ദൈവത്തിൻ്റെ തളികയിൽ വയ്ക്കുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. സങ്കീർത്തനം 55:22. ഒരമ്മ വർഷങ്ങളോളം തൻ്റെ മുതിർന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആരോഗ്യ സംരക്ഷണ സംവിധാനം ഉപയോഗപ്പെടുത്താനും കൗൺസിലിങ്ങും മികച്ച മരുന്നുകളും കണ്ടെത്താനും അവളെ സഹായിച്ചു. മകളുടെ അങ്ങേയറ്റത്തെ ഉയർച്ചകളും ആഴത്തിലുള്ള താഴ്ചകളും ആ അമ്മയുടെ ഹൃദയത്തെ ദിവസം തോറും ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. പലപ്പോഴും സങ്കടത്താൽ തളർന്നു പോകുമ്പോൾ സ്വന്തം കാര്യത്തിൽ കരുതൽ കാണിക്കേണ്ടതുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ ആകുലതകളും അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ചെറിയ കടലാസുകളിൽ എഴുതി അവളുടെ കിടക്കയുടെ അരികിലുള്ള ദൈവത്തിൻ്റെ തളികയിൽ വയ്ക്കാൻ ഒരു സുഹൃത്ത് ഒരിക്കൽ നിർദ്ദേശിച്ചു. ഈ ലളിതമായ പ്രവൃത്തിക്ക് അവളുടെ സമ്മർദ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ തളിക കാണുമ്പോഴെല്ലാം ആ ആശങ്കകൾ അവളുടെ പക്കലല്ല, ദൈവത്തിൻ്റെ തളികയിലാണ് എന്ന് അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ തൻ്റെ വൈഷമ്യങ്ങൾ അക്കമിട്ടു നിരത്തി ദൈവത്തിൻ്റെ തളികയിൽ വെക്കുന്നതായിരുന്നു ദാവീദിൻ്റെ പല സങ്കീർത്തനങ്ങളും. തൻ്റെ മകൻ അബ്ശാലോമിൻ്റെ അട്ടിമറി ശ്രമം വിവരിക്കുന്നതാണ് ഈ സങ്കീർത്തനമെങ്കിൽ ദാവീദിൻ്റെ അടുത്ത സുഹൃത്ത് അഹീത്തോഫേൽ വാസ്തവത്തിൽ അവനെ ഒറ്റിക്കൊടുത്ത് അവനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് ദാവീദ് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുകയും ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. അവൻ തൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുവാൻ തീരുമാനിച്ചു. ആശങ്കകളും ഭയങ്ങളും നമ്മെ ഏവരെയും ബാധിക്കാറുണ്ടെന്ന് നമുക്ക് ആധികാരികമായി തന്നെ അംഗീകരിക്കാവുന്നതാണ്. ദാവീദിൻ്റെ പോലുള്ള ചിന്തകൾ നമുക്കുണ്ടായേക്കാം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ദൈവം സമീപസ്ഥനാണ്. സാഹചര്യങ്ങൾ മാറ്റാനുള്ള ശക്തി അവന് മാത്രമേ ഉള്ളൂ. ഭാരങ്ങളെല്ലാം അവൻ്റെ തളികയിൽ വെക്കുക. ചിന്തിക്കുക, നിങ്ങളുടെ ആശങ്കകൾ എവിടെയാണ്? ദൈവത്തിൻ്റെ തളികയിലോ നിങ്ങളുടെ പക്കലോ? നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൽ എന്തായിരിക്കും ഭരമേൽപ്പിക്കുക? ദൈവത്തിന് മഹത്വം.